മലയാള സിനിമയുടെ അനുഭവങ്ങളിൽ, ഇന്ത്യൻ സിനിമയുടെ അനുഭവങ്ങളിൽ സിനിമ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ് എന്ന് പറയാം. പക്ഷെ ഇത് പ്രതിസന്ധിയാണോ എന്ന് ഞാനൊരു വാക്കിൻ്റെ സൗകര്യത്തിന് വേണ്ടി പറയുന്നത്, പ്രതിസന്ധിയാണോ എന്നതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. ആർട്ട് സിനിമ എന്തുകൊണ്ട് ആളുകൾ കാണുന്നില്ല എന്നുള്ളത് വളരെ സിനിമ എന്ന് പറയുന്നത് ഒരു പോപ്പുലർ മീഡിയയാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ജനപ്രിയ കല ഒരിക്കലും വിധ്വംസകമായ അല്ലെങ്കിൽ നിലനിൽക്കുന്ന പ്രത്യയശാസ്ത്രം ഞാൻ പറയുന്നത് രാഷ്ട്രീയം അല്ല. പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് എന്ന് ധരിക്കുന്ന ആളുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പ്രത്യയശാസ്ത്രം എന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ് പള്ളി, സാഹിത്യം, സംഗീതം, കല എന്ന് തുടങ്ങിയുള്ള രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. സ്കൂള്, പള്ളിക്കൂടം എന്നൊക്കെ പറയുന്നത്, റിലീജിയൻ എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഭരണാധികാരി വർഗത്തിൻ്റെ പ്രത്യയശാസ്ത്ര പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുന്നവയാണ് എല്ലാ കാലത്തും ജനപ്രിയ കലകൾ. എല്ലാ സിനിമകളിലും രാഷ്ട്രീയമാണ്. ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഉച്ചരിക്കപ്പെടുന്ന ഓരോ വാക്കും നിർദോഷമല്ല, നിഷ്കളങ്കമല്ല. എല്ലാറ്റിനും രാഷ്ട്രീയമുണ്ട്. കേരളത്തിന് വളരെ നേരത്തെ തന്നെ ഒരുപാട് ഡെമോക്രാറ്റിക് വാല്യൂസ്, നമുക്ക് ജനാധിപത്യ മൂല്യങ്ങൾ വളരെ ദൃഢമായി വേരോടിയിരുന്നൊരു സമൂഹമായിരുന്നു നമ്മുടേത്. മുണ്ടും നേരിയത് കൊടുത്ത നായികമാർ, അമ്പലം, തുളസി, അതെല്ലാം ഒരു തരം സാങ്ക്ടിറ്റി കൊടുക്കുന്നത്. കഥാപാത്രത്തിന്റെ സ്വഭാവത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പവിത്ര സങ്കല്പമായിട്ട് മുണ്ടും നേരിയതും മാറുക, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്ന നായകൻ, വിശ്വാസങ്ങൾ ഇങ്ങനെ പുനരനയിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഈ തരത്തിലുള്ള സിനിമകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിന് ആക്സെപ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഹൈന്ദവ സങ്കുചിത ബോധം ഇടക്കാലത്ത് നല്ല ഇപ്പോഴത് ഇങ്ങനെ അതിൻ്റെ ഒരു ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ഈ തരം സിനിമകൾ ശ്രദ്ധിക്കപ്പെടും. ഈ സിനിമകൾ ധാരാളമായിട്ട് തിയേറ്ററിലൂടെ ഓടുകയും ചെയ്യും. പിന്നെ എന്തുകൊണ്ട് എന്നെ പോലുള്ള ആളുകൾ പിന്മടക്കേണ്ടി വരുന്ന മുതൽ മുടക്കിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനൊരു സിനിമ ഉണ്ടായിക്കൊണ്ട് ആളുകൾ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സിനിമയുടെ 100 വർഷം ചരിത്രം, അല്ലെങ്കിൽ സിനിമയുടെ വികാസ പരിണാമങ്ങൾ, സിനിമയിലുണ്ടായിരിക്കുന്ന ശൈലി ഭേദങ്ങൾ, കാലാകാലങ്ങളിൽ വന്ന പ്രവണതകൾ, ഇവയെക്കുറിച്ച് കുറച്ചു കാലം മുമ്പ്, ഒരു 4-5 വർഷം മുമ്പ് വരെ കേരളത്തിൽ സ്ഥിരമായി ചർച്ചാ യോഗങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു. പിന്നെ കേരളത്തിൽ ഫിലിം സൊസൈറ്റികൾ സജീവമായിരുന്ന കാലങ്ങളിൽ. പക്ഷേ ഇന്ന് കേരളത്തിൽ ഫിലിം സൊസൈറ്റികൾ സജീവങ്ങളല്ല. അതുകൊണ്ട് ഈ ചർച്ചകളെക്കുറിച്ച് തന്നെ മറന്നുപോയ ഒരവസ്ഥയാണ് എനിക്കുള്ളത്. ഈ ചർച്ചകളിൽ പലതിലും പങ്കെടുക്കുവാൻ ഉള്ള സന്ദർഭങ്ങൾ എനിക്കുണ്ടായിരുന്നു. ആ കാലങ്ങളിൽ ഇതിനെക്കുറിച്ച് യാതൊരു വീണ്ടുവിചാരവും കൂടാതെ തർക്കിക്കുവാനും സംസാരിക്കുവാനും എനിക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് അത്തരമൊരവസ്ഥ കേരളത്തിലില്ല. ഇന്ന് ഈ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത് കേരളത്തിന് പുറത്താണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിൽ തന്നെയുള്ള മലയാളി സമാജങ്ങൾ പോലും ഈ രീതികൾ, ഈ സമ്പ്രദായങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു. ഇന്ന് ഖത്തറിനെയോ അല്ലെങ്കിൽ ദുബായിയോ പോലുള്ള സ്ഥലങ്ങളിൽ വിടുമ്പോൾ മാത്രമാണ് ഈ തരത്തിലുള്ള ചർച്ചകൾ ഉള്ള ഔത്സുക്യം, കേരളീയതയും കേരളീയമായിട്ടുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളും കേരളീയ സംസ്കാരത്തിൻ്റെ ഭാവഭേദങ്ങളും മറ്റും സംരക്ഷിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും പ്രോത്സാഹിപ്പിക്കപ്പെടുകയും പരിരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ചില ദ്വീപുകളായിട്ട് ഈ തരത്തിലുള്ള പ്രവാസികളുടെ ലോകം മാത്രം മണ്ഡലമാണ് ഇന്ന് നിലനിൽക്കുന്നത് ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദീർഘമായ ചർച്ച എനിക്ക് സാധ്യമല്ല. ഞാൻ വളരെ സംക്ഷിപ്തമായി എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയും. പിന്നീട് നമുക്ക് ഒരു ചർച്ചയുടെ വേദി ഉണ്ടാകുമ്പോൾ അത് ചോദ്യോത്തരങ്ങളിലൂടെ പറയാൻ ശ്രമിക്കുകയും ചെയ്യാം. സിനിമയ്ക്ക് 100 വർഷം തികഞ്ഞു എന്ന് പറയുന്ന ഈ കാലഘട്ടം സിനിമ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ അനുഭവങ്ങളിൽ, അല്ലെങ്കിൽ മലയാള സിനിമയുടെ അനുഭവങ്ങളിൽ, ഇന്ത്യൻ സിനിമയുടെ അനുഭവങ്ങളിൽ സിനിമ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ് എന്ന് പറയാം. പക്ഷെ ഇത് പ്രതിസന്ധിയാണോ എന്ന് ഞാനൊരു വാക്കിൻ്റെ സൗകര്യത്തിന് വേണ്ടി പറയുന്നത്, പ്രതിസന്ധിയാണോ എന്നതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ ഇത്തരമൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ധാരാളം പരിമിതികളുണ്ട്. ഒന്നാമത്, ഞാൻ സാധാരണ സിനിമക്കാരനല്ല. 2-3 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള സാധാരണ കമേഴ്ഷ്യൽ സിനിമയുമായിട്ട് വളരെ അകന്ന ബന്ധം മാത്രമുള്ള ഒരാളാണ്. ഈ 2-3 സിനിമകൾക്കിടയ്ക്ക് എൻ്റെ പ്രവർത്തന മേഖലകൾ മറ്റു പലതുമായിരുന്നു. ഇപ്പോൾ ഞാൻ ടെലിവിഷനിലാണ് അധിക സമയം വർക്ക് ചെയ്യുന്നതൊക്കെ. ഈ ടെലിവിഷൻ അല്ലെങ്കിൽ ദൂരദർശൻ പോലുള്ള ഈ ഇത്തരം മാധ്യമങ്ങൾ സിനിമയ്ക്ക് ചെയ്ത ആഘാതങ്ങളുണ്ട്. ഈ മാധ്യമങ്ങളുടെ
സാന്നിധ്യ ഫലമായി സിനിമയ്ക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ചലച്ചിത്രങ്ങൾക്കുണ്ട്, നമ്മുടെ പൊതു സിനിമയ്ക്കുണ്ടായിട്ടുള്ള, പതിവ് സിനിമയ്ക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങളുണ്ട്, അല്ലെ വ്യതിയാനങ്ങളുണ്ട്, വിപര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും ആലോചിക്കുമ്പോൾ എനിക്ക് ഈ സബ്ജക്റ്റ്, ഈ വിഷയത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടത്ര പ്രാപ്തനല്ല. പിന്നെ ഞാൻ സാധാരണ സിനിമാ ചർച്ചകളും സിനിമയെക്കുറിച്ചുള്ള പുസ്തകങ്ങളിലൂടെയും ഞാൻ എഴുതിക്കൊണ്ടിരുന്നതോ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നതോ അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതായ സംഭവങ്ങൾ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള സിനിമയുടെ ഈസ്തറ്റിക്സുമായി ബന്ധപ്പെട്ട സിനിമയും പ്രത്യയശാസ്ത്രവും, സിനിമയുടെ രാഷ്ട്രീയ, ചലച്ചിത്രത്തിൻ്റെ രാഷ്ട്രീയ തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിനെക്കുറിച്ച് പറയാവുന്ന ഒരു സാഹസാണിതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളല്ലായിരുന്നു. അത് പിന്നീട് വളരെ വിപുലമായി ചർച്ച ചെയ്യപ്പെടേണ്ടതും പ്രഗത്ഭമായി വിവരിക്കപ്പെടേണ്ടതിലാണ്. അതിനുള്ള ഒരു സന്ദർഭം ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴുള്ള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഈ ഘട്ടത്തിൽ സിനിമയ്ക്ക് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അന്തർദേശീയമായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. 100 വർഷമായ സിനിമയുടെ ചരിത്രം, ലൂമിയർ ബ്രദേഴ്സിന്റെ സിനിമ തുടങ്ങിയിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് സിനിമ യൂറോപ്പിലെ അഭിജാത സമൂഹങ്ങൾക്ക്, സിനിമ ഒപ്പനയും നാടകങ്ങളും മറ്റും കണ്ട് ശീലിച്ച യൂറോപ്പിലെ അഭിജാത സമൂഹങ്ങൾക്ക് സിനിമ വളരെ മ്ലേച്ഛമായ ഒരു കലയായിരുന്നു ആദ്യകാലങ്ങളിൽ, സിനിമയുടെ ആദ്യ വർഷങ്ങളിൽ. സിനിമയുടെ ശൈശവം അങ്ങനെ പുച്ഛിക്കപ്പെട്ടതായിരുന്നു, അപമാനിക്കപ്പെട്ടതായിരുന്നു. പിന്നീട് അമേരിക്കൻ രീതികൾ, ഗ്രിഫിത്തിനെ പോലുള്ള സിനിമാ നിർമ്മാതാക്കൾ വന്നതോടുകൂടി സിനിമ ഗ്ലാമറൈസ് ചെയ്യപ്പെട്ടു. സിനിമ താരങ്ങളുണ്ടായി, സിനിമ വളരെ ഗ്ലാമറൈസ്ഡായി, ധാരാളം വ്യാവസായിക നിക്ഷേപം ആവശ്യമുള്ള ഒരു സർഗാത്മക രചനകളായി സിനിമ മാറുകയും ആ രീതിയിൽ സിനിമ വലിയ മുതൽ മുടക്കും മൂലധന നിക്ഷേപം ആവശ്യമുള്ള വ്യവസായമായി വളർന്നു. അതിൻ്റെ ഫലമായിട്ടുണ്ടായത് സിനിമയ്ക്കൊരു താരപരിവേഷം ഉണ്ടായി. താരങ്ങളെ അവലംബിച്ചുകൊണ്ട്, അല്ലെങ്കിൽ താരപരിവേഷങ്ങളെ അവലംബിച്ചുകൊണ്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ള, വളരെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു വ്യവസായമായി, താരനിബിഡമായ താരങ്ങളെ അവലംബിച്ചു കൊണ്ടുള്ള ഒരു വ്യവസായമായി സിനിമ വളർന്നു. ആ ലോകമഹായുദ്ധങ്ങളുടെ മുൻപുള്ള സിനിമയുടെ ചരിത്രം അതായിരുന്നു. പക്ഷേ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിൽ ഉണ്ടായ മഹാരഥന്മാരായ ചലച്ചിത്ര സംവിധായകന്മാർ, അല്ലെ സർഗപ്രതിഭ ഉണ്ടായിരുന്ന, അല്ലെ സിനിമയെ വെറും ഒരു വിനോദോപാധി എന്ന അമേരിക്കൻ സങ്കല്പനത്തിൽ നിന്ന് മാറ്റി സിനിമയെ കാണുവാൻ, സിനിമയെ സാമൂഹ്യ പരിഷ്കാരത്തിനും സാമൂഹ്യ വിപ്ലവങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും മറ്റും ഉപയോഗിക്കാം, സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിമോചന പോരാട്ടങ്ങൾക്കും മറ്റും ഉപയോഗിക്കാവുന്ന ഒരു മാധ്യമമായി സിനിമയെ വികസിച്ചെടുക്കുവാൻ ശ്രമിച്ച നിയോ റിയലിസത്തിൻ്റെയും മറ്റും വക്താക്കളായിരുന്ന ഇറ്റലിയിലെയും ഫ്രാൻസിലെയും ലാറ്റിൻ അമേരിക്കയിലും മഹാരഥന്മാരായ ചലച്ചിത്രകാരന്മാർ സിനിമയ്ക്ക് വേറെ ഒരു പ്രത്യക്ഷവും നൽകുകയുണ്ടായി. അതായിരിക്കും സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന, ഏറ്റവും പ്രകാശമാനമായ കാലയളവ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സിനിമയെ ഒരു സ്വതന്ത്രമായി നിൽക്കാവുന്ന ഒരു കലാമാധ്യമമായി, വളരെയധികം സംസ്കൃതമായ ഒരു കലാമാധ്യമമായി സിനിമ വളർന്നു വന്നിരുന്ന ഏതാണ്ട് 5-6 പതിറ്റാണ്ടുകളായിരുന്നു അത്. അന്ന് ഇന്ത്യയിൽ സത്യത്രയെ പോലുള്ള ചലച്ചിത്രകാരന്മാർക്ക് ജനനം കൊടുത്തതും ആ പ്രസ്ഥാനമായിരുന്നു. എന്നാൽ ഈ അവസ്ഥ, സിനിമയുടെ പൊതുവായ ഈ അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടായത് കഴിഞ്ഞ 5-10 വർഷങ്ങൾക്കിടയിൽ. ഈ ഏത് അന്തർദേശീയ ചലച്ചിത്രമേളകളിലും, ഇന്ത്യയിൽ തന്നെ നടക്കുന്ന അന്തർദേശീയ ചലച്ചിത്രമേളകളിലും ഈ മാറ്റം, ഈ വ്യതിയാനം പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് ഇപ്പോൾ സാധാരണ ചലച്ചിത്രമേളകളിൽ വരുന്നത് ഒരുതരം ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള, ലഘുമനസ്കമായിട്ടുള്ള, ഗൗരവ ചിന്ത അല്പം പോലും ഇല്ലാത്ത സിനിമ രചനകളാണ്. ഈ ഫ്രാൻസ് പോലെ, ഈ ലാറ്റിൻ അമേരിക്കയിൽ പോലും പടങ്ങൾ വരുന്നില്ല എന്നുള്ള രീതി ഉണ്ടായിട്ടുണ്ട്. വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള തരം ചിത്രങ്ങളാണ് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഈ അന്തർദേശീയ മേളകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊരു മാറ്റം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് എൻ്റെ നിരീക്ഷണത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈസ്റ്റ് ബ്ലോക്കിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുടെ, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിക്കും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾക്കും ഉണ്ടായിട്ടുള്ള തകർച്ചയുടെ ശൈഥില്യത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് നിൽക്കുന്നത്. പ്രധാനമായും ഹംഗറിയെയും, ലോകോത്തര സിനിമകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഹംഗറിയെയും പോളണ്ടിനെയും
മറ്റും പോലുള്ള പല ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളും താർക്കോവ്സ്കിയെ പോലെയോ യാൻസ്കോയെ പോലെയുള്ള ഫിലിം മേക്കേഴ്സിൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ വരുന്നില്ല. അതെല്ലാം സ്റ്റേറ്റ് ഫണ്ടഡ് ആയിരുന്ന സിനിമകളായിരുന്നു ആ കാലത്ത് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റുകളിലൊന്നും ആ തരത്തിലുള്ള ചിത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നില്ല. ഈ തരം ചിത്രങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഈസ്റ്റ് ബ്ലോക്കിൻ്റെ അല്ലെങ്കിൽ ഒരു തരം വിമോചന പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടു കൂടി ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ നിന്നും മറ്റു വന്നിരുന്ന ചിത്രങ്ങളും ഇന്ന് നിലച്ചിരിക്കുന്നു. അത് പൊതുവെ ഈ വിമോചന പ്രത്യയശാസ്ത്രത്തോട് ആഗോള അടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ള എന്തോ തരം പ്രതിപത്തിയുടെ ഭാഗമായിട്ടായിരിക്കണം എന്നാണ് തോന്നുന്നത്. ഏതായാലും ഈ തരം ചിത്രങ്ങൾ ഉണ്ടാകുന്നത് വാസ്തവത്തിൽ ചലച്ചിത്രത്തെ ഒരു ഗൗരവപ്രദമായ മാധ്യമമായി കാണാൻ നമ്മെ സഹായിച്ചിരുന്നതും നമ്മെ പ്രേരിപ്പിച്ചിരുന്നതുമായിരുന്ന ആ രചനകൾ ഇന്ന് ഒട്ടും ഇല്ലാതായി കഴിഞ്ഞു. ഇതിൻ്റെ ഫലമായിട്ട് സിനിമ വീണ്ടും ഒരു പുനർജനനത്തിന്, ഒരു രൂപത്തിൽ, ഒരു പുനഃപ്രത്യക്ഷത്തിന് സിനിമ വീണ്ടും വിധേയമാവുന്ന അമേരിക്കയിലെ ഹോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്നാണ്. അവിടെ നിന്ന് ബാറ്റ്സ്മാൻ, ജുറാസിക് പാർക്ക് പോലുള്ള ഭയങ്കര സ്പെക്ടാക്കുലർ ആയിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ സഹായത്തിൽ നിർമ്മിക്കുന്ന, അതിൽ മനുഷ്യപ്രതിഭയുടെ ആവശ്യം വളരെ പരിമിതമായിട്ടുള്ള കമ്പ്യൂട്ടർ ലെവലിലുള്ള കമ്പ്യൂട്ടറും മനുഷ്യപ്രതിഭയുടെ ഭാഗമാണ്, മനുഷ്യൻ്റെ സർഗാത്മകത്തിന്. പക്ഷേ ഒരു രചനോന്മുഖമായ രീതിയിലല്ലാത്ത വളരെ യന്ത്രവൽകൃതമായ ഒരു ഉൽപാദന വ്യവസ്ഥയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന സ്പെക്ടാക്കുലറുകളായുള്ള ധാരാളം ചിത്രങ്ങൾക്ക് ഇപ്പോഴും വഴിയൊരുക്കിയിട്ടുണ്ട്. ഈ ഇതാണ് സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു സംക്ഷിപ്തമായ ചരിത്രം. ഇതുകൊണ്ട് സിനിമ മുമ്പ് നിർവഹിച്ചിരുന്ന ദൗത്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടാക്കപ്പെടുന്ന രാഷ്ട്രീയ എന്നെല്ലാം സങ്കല്പിച്ചിരുന്ന സാധനങ്ങൾ, രചനകൾ ഇന്ന് ഒട്ടും തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള സിനിമകൾ നിർമ്മിക്കാനുള്ള സാധ്യതകളും വളരെ കുറഞ്ഞിരിക്കുന്നു. കേരളത്തിൽ തന്നെ കാലത്ത് സമാന്തര സിനിമ എന്നും ആർട്ട് സിനിമ എന്നും അവാർഡ് സിനിമ എന്നും മറ്റും നമ്മൾ വിരോധിച്ചു പോന്നിരുന്ന കമേഴ്സ്യൽ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായി നിർമ്മിച്ചുകൊണ്ടിരുന്ന സിനിമകളുടെ പ്രസക്തി അല്ലെങ്കിൽ സിനിമകളുടെ സാധ്യത തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഈ തന്നെ ദേശീയാടിസ്ഥാനത്തിലും ഈ സിനിമകളുടെ നിർമ്മാണം വളരെയധികം കുറഞ്ഞിരിക്കും. കുമളാസനെ പോലുള്ള ആളുകളോ സൈനിക പോലുള്ള ആളുകളോ അല്ലെങ്കിൽ സൈന്യം പോലുള്ള ആളുകളൊന്നും സിനിമ ഉണ്ടാക്കാതായി തുടങ്ങിയിരിക്കുന്നു. ഇവരെല്ലാം സാധാരണത്തിൽ ടെലിവിഷനിലേക്കും മറ്റും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ടെലിവിഷൻ പിന്നെ സിനിമയുടെ സിനിമയുടെ രൂപത്തിൽ, സാങ്കേതികമായ സിനിമയുടെ രൂപത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കാലയളവിനിടയിൽ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ അല്ലെങ്കിൽ ഒരു അർദ്ധ പതിറ്റാണ്ടിനിടെ ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നത്. അതിന് ഒരു വലിയ കാരണം ടെലിവിഷന്റെ ആധിക്യമാണ്. ടെലിവിഷൻ നമ്മുടെ എല്ലാവരുടെയും ഇരുപ്പുമുറികളിൽ എത്തിയിരിക്കുന്ന ടെലിവിഷൻ മനുഷ്യന്റെ ദൃശ്യബോധത്തെ അല്ലെങ്കിൽ ദൃശ്യബോധവുമായി ബന്ധപ്പെട്ടുള്ള മൂവ്മെന്റിന്റെ ചലനാത്മകതയുടെ എല്ലാം രുചികളുടെയും സീമകളെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അതിർത്തികളെ മാറ്റിമറിച്ചിരിക്കുന്നത് കൊണ്ട്, അതിൻ്റെ രീതികളെ മാറ്റിമറിച്ചിരിക്കുന്നത് കൊണ്ട് ആ തരത്തിലുള്ള ഒരു തരം രൂപത്തിന് വിധേയമാവാൻ സിനിമാ മാധ്യമവും ചലച്ചിത്ര മാധ്യമവും നിർബന്ധിതമായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു കേരളത്തിലുണ്ടാക്കുന്നയാലും തമിഴ്നാട് പോലുള്ള തെലുങ്ക് പോലുള്ള സിനിമകൾ, ഇപ്പോൾ കേരളത്തിലെ അവാർഡ് സിനിമ അല്ല, കേരളത്തിലെ സാധാരണ കമേഴ്സ്യൽ സിനിമകളെക്കാളും കേരളത്തിൽ കളക്ട് ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കിൽ നിന്നും മറ്റു വരുന്ന സിനിമകളുടെ റീമേക്കുകളാണ്. തിരുവനന്തപുരം, കോഴിക്കോട് പോലുള്ള ടൗണുകളിൽ ഏറ്റവും അധികം ഓടുന്നതും ധാരാളം വ്യാവസായികമായ രീതിയിൽ അല്ലെങ്കിൽ കമേഴ്സ്യലായ രീതിയിൽ സക്സസ്ഫുൾ ആകുന്നതും പലപ്പോഴും തിരുവിതാംകൂറിലും മറ്റു പല പേരിൽ വരുന്ന തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്ന ചിത്രങ്ങളാണ്. അത് ഒരു പ്രത്യേകതരം ഫാസ്റ്റ്നെസ്, ഒരു പ്രത്യേകതരം ഡാൻസും സംഗീതവും, ഡാൻസിൻ്റെയും സംഗീതത്തിൻ്റെയും പുതിയ രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, സംഗീതം എന്ന് പറയുന്ന തരം സംഗീതത്തിൽ വന്ന മാറ്റങ്ങൾ, സംഗീതമൊന്നും എന്താ പറയേണ്ടതെന്ന് അറിയില്ല, പക്ഷെ സംഗീതത്തിൽ വന്ന വല്ലാത്ത ഒരു വ്യതിയാനം, സംഗീതത്തിൻ്റെ ശബ്ദമുഖരിതവും അല്ലെങ്കിൽ വളരെയധികം ഫാസ്റ്റായിട്ടുള്ള വേഗം കൂടിയ ചലന പ്രതീകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊഴുപ്പിക്കപ്പെടുന്ന സംഗീത
രീതികൾ, സംഗീതങ്ങൾ, പാട്ടുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള യാതൊരു തരം ഇതിവൃത്തമോ വൈകാരികമായിട്ടുള്ള യാതൊരു തരം ആർദ്രതയോ ഇല്ലാത്തതായിട്ടുള്ള ധാരാളം ഇതിവൃത്തങ്ങളും പ്രതിപാദ്യങ്ങളും അടങ്ങുന്ന അസംഘടിതമായ ഇതിവൃത്തത്തോടു കൂടിയ ധാരാളം ചലച്ചിത്രങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്നുണ്ട്. ഈ ചിത്രങ്ങളാണ് വാസ്തവത്തിൽ നിന്ന് കേരളത്തിൽ വ്യാവസായികമായി വിജയിക്കപ്പെടുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയാണ് ഉള്ളത്. അത് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിനിമയുടെ ഒരു തരം വല്ലാത്ത കാലമാണിത്. പക്ഷെ നമ്മൾക്ക് വളരെ സ്പെക്ടാക്കുലർ ഹോളിവുഡിൽ നിന്ന് വരുന്ന സിനിമകളുടെ മാർഗം അവലംബിച്ചുകൊണ്ട് വളരെ സ്പെക്ടാക്കുലറായ സിനിമകളിലേക്ക് നീങ്ങേണ്ടി വരും. ഈ തരത്തിലുള്ള സംഗീതങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അർത്ഥമോ അർത്ഥസൗകുമാര്യമോ സൗമ്യതയോ ഒട്ടുമില്ലാത്ത വളരെ ശബ്ദമുഖരിതമായ ഒരുതരം ശബ്ദപ്രഘോഷണമായി തീരുന്ന സംഗീതത്തിൻ്റെയും മറ്റു രീതിയിൽ നീങ്ങുന്ന ഒരുതരം സിനിമയിലേക്ക് നമ്മൾ മാറേണ്ടി. അതിന് നമ്മൾ സത്യജിത്രയുടെ സിനിമയുടെയോ അല്ലെ ഫെലിനിയുടെ സിനിമയുടെയോ രൂപത്തിലോ ആ സിനിമകളെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പനത്തിൻ്റെ സ്വഭാവത്തിലോ വിവരിക്കാൻ സാധിക്കുമോ, അങ്ങനെ സമീപിക്കുവാനോ കണ്ടറിയുവാനോ സാധിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സിനിമയുടെ ചരിത്രത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊന്നും സംസാരിക്കുമ്പോൾ ശ്രീ അഷ്റഫ് പെരിങ്ങാടി ചോദിക്കുന്നു, അവാർഡ് സിനിമകൾ സാധാരണക്കാരായ ആസ്വാദകരിൽ നിന്നും അകന്നു നിൽക്കുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? കമേഴ്സ്യൽ സിനിമയെന്നും അവാർഡ് സിനിമയെന്നും വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ശ്രീ രവീന്ദ്രനോട് തന്നെ സിതാര ഉണ്ണി ചോദിക്കുന്നു, പ്രത്യയശാസ്ത്രപരമല്ലാത്ത രാഷ്ട്രീയ പ്രചരണം എന്ന ഉദ്ദേശമില്ലാത്ത ചിത്രങ്ങൾ കലാപരമായി മേന്മയുള്ളതായിട്ടുണ്ടല്ലോ, ഇവയെ ആധുനിക സിനിമക്കാർ പുറന്തള്ളുന്നത് എന്തുകൊണ്ട്? ആർട്ട് ഫിലിം അവാർഡിലും അറിയപ്പെടാറുള്ള സിനിമകൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ സാമ്പത്തിക വിജയം നേടാനാവാതെ വന്നത് എന്തുകൊണ്ട്? താങ്കളെ പോലുള്ള കഴിവുള്ളവർ പിൻവാങ്ങാൻ കാരണം എന്താണ്? ആർട്ട് സിനിമ, കമേഴ്ഷ്യൽ സിനിമ എന്നുള്ള വിഭജനം പോസിബിളാണോ എന്നുള്ള എന്തുകൊണ്ട് ആർട്ട് സിനിമ ആളുകൾ ആസ്വദിക്കുന്നില്ല? ഇത് ഒന്നാമത് ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ഞാൻ നോക്കിക്കാണുന്നത്. ആർട്ട് സിനിമ എന്തുകൊണ്ട് ആളുകൾ കാണുന്നില്ല എന്നുള്ളത് വളരെ സിനിമ എന്ന് പറയുന്നത് ഒരു പോപ്പുലർ മീഡിയയാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം സിനിമ പോപ്പുലർ മീഡിയ, ജനപ്രിയ കലയാണ് സിനിമ എന്ന് പറയുന്നത്. ജനകീയമായ കല, ജനപ്രിയ കല എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രധാന അടിസ്ഥാനപരമായ സ്വഭാവം അത് നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായ മൂല്യങ്ങളുടെയും വ്യവസ്ഥാപിതമായ സാമൂഹ്യാചാരങ്ങളുടെയും സദാചാരബോധത്തിൻ്റെയും സമ്പ്രദായങ്ങളുടെയും പരിരക്ഷണത്തിനും പുനരുൽപാദനത്തിനും വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതാണ് സാധാരണ ജനപ്രിയ കല. ജനപ്രിയ കല ഒരിക്കലും വിധ്വംസകമായ അല്ലെങ്കിൽ നിലനിൽക്കുന്ന പ്രത്യയശാസ്ത്രം ഞാൻ പറയുന്നത് രാഷ്ട്രീയം അല്ല. പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് എന്ന് ധരിക്കുന്ന ആളുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പ്രത്യയശാസ്ത്രം എന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ് പ്രത്യയശാസ്ത്രം. മാർക്സ് പറയുന്നത് ദ നോഷൻസ് ഹോൾഡ് ബൈ ദ എലീറ്റ് ക്ലാസ് എന്നാണ്, ദ റൂളിംഗ് ക്ലാസ്. ഭരണവർഗം മുറുകെ പിടിക്കുന്ന മൂല്യങ്ങളെയും സദാചാരബോധത്തെയാണ് പ്രത്യയശാസ്ത്രം എന്ന് മാർക്സ് പറയുന്നത്. അത്തരമൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ, അതിൻ്റെ പിൻബലത്തോടെ കൂടെ മാത്രമേ ഒരു ഭരണാധികാരി വർഗത്തിന് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഒരു സാമൂഹ്യ നിഷ്ഠകള്, മര്യാദകള്, മൂല്യങ്ങൾ ഭരണാധികാരി വർഗം സൃഷ്ടിക്കുന്നു. അതിൻ്റെ പരിരക്ഷണത്തിലൂടെ മാത്രമേ ആ പെർട്ടിക്കുലർ സൊസൈറ്റി, ഒരു ഗിവൻ സൊസൈറ്റി, ഒരു നിർദ്ദിഷ്ട സമൂഹത്തിന്, ഒരു നിർദ്ദിഷ്ട വർഗത്തിന് പുനരുൽപാദിപ്പിക്കുവാൻ കഴിയും. അതിന് വീണ്ടും തുടരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായ മൂല്യങ്ങളെ പരിരക്ഷിച്ചു പോരേണ്ടത് ഒരു ഭരണാധികാരി വർഗത്തിൻ്റെ കടമയാണ്, അതിൻ്റെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ ആ ഭരണാധികാരി വർഗം ഉണ്ടാവില്ല. അത് പലപ്പോഴും മിലിറ്ററി, കോടതി പോലുള്ള കോടതി പോലുള്ള എപ്പാരറ്റസസ് ഉപയോഗിച്ചുകൊണ്ട്, കോടതി പോലുള്ള ഒപ്രസീവ് എപ്പാരറ്റസസ് ഉപയോഗിച്ചുകൊണ്ടും ഭരണാധികാരി വർഗം ചെയ്യും. മിലിറ്ററി പുറമേ നിന്ന് ബലാത്കാരമായി ഇതിലിടപെട്ടുകൊണ്ട് മനുഷ്യൻ്റെ സ്വഭാവത്തിലും
മനുഷ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഇടപെട്ടുകൊണ്ട് സൊസൈറ്റി ചെയ്യുന്നു. അതല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയും. പ്രത്യയശാസ്ത്രപരമായ ഭരണകൂടത്തിൻ്റെ ഉപകരണങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പള്ളി, സാഹിത്യം, സംഗീതം, കല എന്ന് തുടങ്ങിയുള്ള രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. സ്കൂള്, പള്ളിക്കൂടം എന്നൊക്കെ പറയുന്നത്, റിലീജിയൻ എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഭരണാധികാരി വർഗത്തിൻ്റെ പ്രത്യയശാസ്ത്ര പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുന്നവയാണ് എല്ലാ കാലത്തും ജനപ്രിയ കലകൾ. അതിൽ നിന്നും വ്യത്യസ്തമായി കല എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് കല എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി സ്വാതന്ത്ര്യത്തിൻ്റെ, ഈക്വാലിറ്റിയുടെ സങ്കല്പനങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈക്വാലിറ്റിയെയും സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും മൂല്യങ്ങളായി കാണുന്ന കലകളാണ് യഥാർത്ഥ കല എന്ന് പറയുന്നത്. ആ കലയെ ആണ് വാസ്തവത്തിൽ സൊസൈറ്റിക്ക് ആവശ്യം. ഈ കലകൾ പ്രചരിപ്പിക്കുന്ന ഈ മൂല്യങ്ങൾ ഞാൻ പറഞ്ഞ സ്വാതന്ത്ര്യത്തിനും മോചനത്തിനും സംസ്കാരത്തിനും മറ്റും വേണ്ടി ഈക്വാലിറ്റിക്കും മറ്റുമായിട്ട് പ്രവർത്തിക്കുന്ന മറ്റുമായി നിലനിൽക്കുന്ന മൂല്യങ്ങളെ പ്രചരിപ്പിക്കുന്ന കലകൾ സാധാരണ രീതിയിൽ ഒരു വ്യവസ്ഥാപിത സദാചാര നിഷ്ഠയുള്ള സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അന്യമാണ്. അതിനെ ധിക്കരിക്കാൻ ശ്രമിക്കുന്ന എല്ലാ കലകളും ജനങ്ങൾക്ക് പ്രിയങ്കരമല്ലാതായിത്തീരുന്നു. ഇത് സാധാരണ പറയുന്നുണ്ട്. ഇപ്പൊ വിപ്ലവസന്നദ്ധമായ ഒരു കാലഘട്ടത്തിലെ വിപ്ലവസന്നദ്ധമായ സിനിമയ്ക്ക്, വിപ്ലവസന്നദ്ധമായ കലയ്ക്ക് സാധ്യതയുള്ളൂ എന്ന് പറയും. ഹെഗമണിക്കാണ് ചില ഈ മൂല്യങ്ങൾക്ക് ഭരണാധികാരി വർഗത്തിന്റെ മൂല്യങ്ങൾക്ക്, അവർ പ്രചരിപ്പിക്കുന്ന മൂല്യങ്ങൾക്ക്, സദാചാരബോധത്തിന് സദാചാരബോധം ഹെഗമണിക്കായിരിക്കുന്ന ഒരവസ്ഥ, അതിന് മേൽക്കോയ്മയുള്ള, അതിന് നിർണായകത്വം കിട്ടുന്ന, ഇതെല്ലാം വളരെ ടെക്നിക്കലായി അതുകൊണ്ട് പറയണമെന്ന് വിചാരിച്ചാൽ ഞാൻ നേരത്തെ സംസാരിക്കുന്നത് വളരെ ബേസിക്കായുള്ള മാർഷ്യൻ ടൂൾസാണ്. ഇതിന് ഈ ഹെഗമണിക്കാർ നിർണായകത്വം നിൽക്കുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ ആ ഭരണാധികാരി വർഗത്തിന് തുടരുവാനും പുനഃസൃഷ്ടിക്കുവാനും കഴിയും, പുനരുത്പാദിപ്പിക്കുവാനും കഴിയും. അതുകൊണ്ട് അത്തരം സിനിമകൾ സാധാരണ അത്തരം സിനിമകളാണ് സാധാരണ, അത്തരം കലകളാണ് ഖണ്ഡശ സാഹിത്യം പോലുള്ളയും അല്ലെങ്കിൽ നോവലുകളിലെല്ലാം ഈ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ സിനിമയിൽ വളരെ അധികം ആവുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ജനപ്രിയങ്ങളല്ലാതെ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. ജനപ്രിയങ്ങളാകുമ്പോൾ സിനിമ ധാരാളം മുതൽ മുടക്ക് ആവശ്യമുള്ളത് കൊണ്ട് ജനങ്ങളിത് കണ്ടാലേ പറ്റൂ എന്നുള്ളൊരവസ്ഥയുണ്ട്. ജനങ്ങൾ കണ്ടില്ലെങ്കിലും നിലനിൽക്കാവുന്ന ഒരു യൂസഫ് അലി കച്ചേരിയെ പോലുള്ള ഒരു കവിയുടെ മലയാളത്തിൽ ഒരു പ്രത്യേക ഭാവുകതയ്ക്കും ഒരു പ്രത്യേക കാവ്യ സംസ്കാരത്തിനും ഇടയായിത്തീരുന്ന യൂസഫ് അലി കച്ചേരിയുടെ കവിതകളെ പോലുള്ള കവിതകൾക്ക് നിലനിൽക്കാൻ പറ്റും. ഒരാളുടെ നോവൽ, ആനന്ദിന്റെ നോവലുകൾക്ക് നിലനിൽക്കാൻ പറ്റും, എൻ.എസ്. മാധവന്റെ കഥകൾക്ക് നിലനിൽക്കാൻ പറ്റും. അതിന് മുതൽ മുടക്ക് ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഒരു സിനിമയ്ക്ക് ഇത് പ്രശ്നമാണ്. സിനിമ എപ്പോഴെങ്കിലും നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായ മൂല്യങ്ങൾക്കെതിരെ പറഞ്ഞിരിക്കണം. എന്ന് വെച്ചാൽ സാധാരണ സിനിമയിൽ ഒരു ഹീറോ എന്ന് പറയുന്നത്, ഒരു നായകൻ എന്ന് പറയുന്നത് ആ സൊസൈറ്റിയുടെ എല്ലാ മൂല്യങ്ങളുടെയും ഒരു ആകത്തുകയാണ്. അതിൻ്റെ ഒരു പ്രതിബിംബമാണ് നായകൻ. ഇപ്പം മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും സാധാരണ രീതിയിൽ ഒരു കമേഴ്സ്യൽ സിനിമയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യയശാസ്ത്ര പ്രവർത്തനമാണ്. അത് സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മൂല്യങ്ങൾക്കെതിരായി സിനിമ പ്രക്ഷേപിക്കുന്ന ഇതാണ്. പിന്നെ രാഷ്ട്രീയ സിനിമ, കമേഴ്സ്യൽ സിനിമ എന്ന് പറയുന്നത്, രാഷ്ട്രീയ സിനിമ, അവാർഡ് സിനിമ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എല്ലാ സിനിമകളിലും രാഷ്ട്രീയമാണ്. ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉച്ചരിക്കപ്പെടുന്ന ഓരോ വാക്കും നിർദോഷമല്ല, നിഷ്കളങ്കമല്ല. എല്ലാറ്റിനും രാഷ്ട്രീയമുണ്ട്. നിങ്ങളുടെ അൽത്തുസർ പറയും മാൻ ഈസ് ബോൺ ആസ് എൻ ഐഡിയോളജിക്കൽ ആനിമൽ എന്ന്. അപ്പം നമ്മൾ ഉച്ചരിക്കപ്പെടുന്ന ഓരോ വാക്കുകളും എല്ലാം നമ്മൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ നമ്മളൊരു ഐഡിയോളജിയുടെ വിലത്തിലേക്കാണ് വീഴുന്നത്. അപ്പം നമുക്ക് ചില പ്രത്യയശാസ്ത്രപരമായ നിർബന്ധങ്ങളുണ്ട്, വാശികളുണ്ട്. അതിനെതിരായി വരുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ എതിർക്കും. അത് നിരാകരിക്കാനും സാധാരണ രീതിയിൽ സൊസൈറ്റി തയ്യാറാവുന്നു. അപ്പോൾ പറഞ്ഞത് സാധാരണ സിനിമകൾ, ഇപ്പം ഞാൻ കമേഴ്സ്യൽ സിനിമ, ഞാൻ രാഷ്ട്രീയ സിനിമ എന്ന് പറഞ്ഞുണ്ടാക്കുന്ന രാഷ്ട്രീയ സിനിമ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ പോലുള്ള ആളുകൾ ഉണ്ടാക്കുന്ന പൊളിറ്റിക്കൽ ഫിലിംസിനേക്കാളും വാസ്തവത്തിൽ രാഷ്ട്രീയ ദൗത്യങ്ങൾ നിർവഹിക്കുന്നത് സാധാരണ കമേഴ്സ്യൽ സിനിമകളാണ്. സാധാരണ ഭയങ്കര രീതിയിൽ ഓടുന്ന കമേഴ്സ്യൽ സിനിമകളാണ്. അവ വളരെ ഗൂഢമായ രീതിയിൽ എന്നാൽ അതീവ രഹസ്യമായ രീതിയിൽ, എന്നാൽ അടിസ്ഥാനപരമായ രീതിയിൽ നിലനിൽക്കുന്ന ഭരണവർഗത്തിന്റെ ആശയങ്ങളെയും മൂല്യങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് രാഷ്ട്രീയ സിനിമയും കമേഴ്സ്യൽ സിനിമയും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ഭരണവർഗത്തിനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന നീചമായ രാഷ്ട്രീയ പ്രവർത്തനം സാധാരണ രീതിയിൽ കമേഴ്സ്യൽ സിനിമ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കമേഴ്സ്യൽ സിനിമയും നമ്മൾ സാധാരണ
പൊളിറ്റിക്കൽ സിനിമയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. പിന്നെ എന്തുകൊണ്ട് എന്നെ പോലുള്ള ആളുകൾ പിന്മടക്കേണ്ടി ചെയ്തില്ലല്ലോ? മുതൽ മുടക്കിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. ഹിന്ദു സിനിമ ഉണ്ടായിക്കൊണ്ട് ആളുകൾ ജീവിക്കാൻ പറ്റില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മണ്ണടിഞ്ഞു പോയ ഫ്യൂഡൽ വ്യവസ്ഥയുടെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും പൊക്കി കാണിക്കുന്ന പ്രമേയങ്ങളിൽ നിന്നും ഇന്ന് മലയാള സിനിമ മോചിതമാവാത്തത് എന്തുകൊണ്ടാണ്? കമേഴ്ഷ്യൽകാരും ആർട്ട് ഫിലിംകാരും ഈ കാര്യത്തിൽ ഒരുപോലെ തന്നെ. മലയാള സിനിമയിൽ 70കളിലുണ്ടായ പുരോഗമനപരമായ ഒരു എടുത്തുചാട്ടത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് കാര്യമായ ഒരു നേട്ടം ഉണ്ടാവാതിരുന്നത് എന്തുകൊണ്ട്? താരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല മലയാള സിനിമയിൽ തിരക്കഥയ്ക്കുള്ള പ്രാധാന്യം വിസ്മരിക്കുന്നത് എന്തുകൊണ്ട്? ചോദ്യം രവീന്ദ്രനോട് തന്നെ. വീണ്ടും സിനിമ, എല്ലാ നല്ല സിനിമയ്ക്കും ഒരു മെസ്സേജ് ആവശ്യമാണോ? എന്റർടൈനർ ആണെങ്കിൽ നല്ല സിനിമ ആവില്ലെന്നുണ്ടോ? അരവിന്ദൻ ചോദിക്കുന്നു. ഒരു ചോദ്യം ഫ്യൂഡലിസ്റ്റ് മൂല്യങ്ങളെ കുറിച്ചുള്ള ചോദ്യം. അതെനിക്ക് തോന്നുന്ന ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിനിമയുടെ ഇടക്കാലത്തുണ്ടായിട്ടുള്ള ഒരു റിവൈവൽ ടെൻഡൻസി ഉണ്ടായിരുന്നു. പഴയ മൂല്യങ്ങളുടെ, പഴയ സംസ്കാരത്തിൻ്റെ റിവൈവലിസം, അങ്ങനെ കുറേ ചിത്രങ്ങൾ ഇടക്കാലത്ത് വരെ ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ ആശയങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പ്രവണതയാണ്. ഞാൻ പറഞ്ഞു, സമൂഹത്തിൽ വരുന്ന ഏത് മാറ്റം, സമൂഹത്തിൽ ഹെഗമണിക്കായി വരുന്ന, സമൂഹത്തിൽ പ്രിയങ്കരമായി വരുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ സാവധാനത്തിൽ വേരോടിക്കൊണ്ടിരിക്കുന്ന ഏത് മൂല്യങ്ങളെയും പരിരക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിൽ സാധാരണ ജനപ്രിയ കലകൾ, പോപ്പുലർ ആർട്ട് സന്നദ്ധമാറുണ്ട്. അതിൻ്റെ ഒരു പ്രകടനമാണത്. ഇടക്കാലത്ത് നമ്മുടെ സമൂഹത്തിലുണ്ടായ കേരളത്തിൽ പോലുള്ള വളരെ കോസ്മോപൊളിറ്റനും ഡെമോക്രാറ്റിക് വാല്യൂസും ഉണ്ടായിരുന്ന ഒരു സൊസൈറ്റിയിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനത്തെ അല്ലെങ്കിൽ മറ്റ് ഭാഷാ പക്ഷങ്ങൾ, ഭാഷാ സമൂഹങ്ങളെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന് പലതരത്തിലുള്ള കാരണങ്ങളാലും കേരളത്തിന് വളരെ നേരത്തെ തന്നെ ഒരുപാട് ഡെമോക്രാറ്റിക് വാല്യൂസ്, നമുക്ക് ജനാധിപത്യ മൂല്യങ്ങൾ വളരെ ദൃഢമായി വേരോടിയിരുന്നൊരു സമൂഹമായിരുന്നു നമ്മുടേത്. അത് കാരണം കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള വലിയ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കേരളം ആർജിച്ചിരുന്ന ഈ ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനം സാവധാനം മാറിക്കൊണ്ടിരിക്കുന്നതും ഈ മതപരമായ അല്ലെങ്കിൽ വിശ്വാസപരമായ സങ്കുചിതത്വങ്ങൾ സാവധാനം വളർന്നു വരുന്നതായുള്ള ഒരു സിറ്റുവേഷൻ ഇന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ബന്ധങ്ങളിൽ നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ രീതിയിലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും ചെറിയ മത സൗഹാർദ്ദത്തിൻ്റെ നമുക്കുണ്ടായിരുന്നെന്ന് നമ്മൾ അവകാശപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അഭിമാനിച്ചുകൊണ്ടിരുന്ന മതസൗഹാർദ്ദത്തിൻ്റെ അടിസ്ഥാന ശിലകളിൽ ചെറിയ വിള്ളലുകൾ വീണുകൊണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു പുതിയ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഹൈന്ദവ പഴമയുടെ മൂല്യങ്ങളെ പുനരാനയിക്കുവാനുള്ള മതപ്രോക്തമായ അടിസ്ഥാനവാശികളെ പുനരാനയിക്കുവാനുള്ള ഒരു ശ്രമം മലയാളത്തിലെ പോപ്പുലർ ആർട്ടിലും കൾച്ചറിലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു തരം പ്രതിഫലനമാണ് ഇടക്കാലത്ത് സിനിമയിലും ഉണ്ടായത്. ഇത് പലപ്പോഴും വളരെ ഗോപ്യമായ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ സാധാരണ രീതിയിൽ ഫ്യൂഡലിസം ഒരു മുണ്ടും നേരിയത് കൊടുത്ത നായികമാർ, അമ്പലം, തുളസി, അത് എല്ലാം ഒരു തരം സാങ്ക്ടിറ്റി കൊടുക്കുന്നു. കഥാപാത്രത്തിന്റെ സ്വഭാവത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പവിത്ര സങ്കല്പമായിട്ടും മുണ്ടും നേരിയതും മാറുക, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്ന നായകൻ, ഈ രീതിയിലുള്ള ഇത് വളരെ രസകരമായ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാ ഇത് ഒരു സാധാരണ നമ്മുടെ നാട്ടിലൊരു സാധാരണ ബുദ്ധി മാത്രം, ഒരു ശരാശരി ബുദ്ധി മാത്രമുള്ള അല്ലെങ്കിൽ ഒരു ശരാശരി രചന ബോധം മാത്രമുള്ള സംവിധായകനായാൽ പോലും ഈ കാര്യങ്ങൾ വളരെ ഗോപ്യമായ തന്റെ തിരക്കഥകളിലും ഇതിലും ചിത്രീകരിക്കാൻ അവർക്ക് സാധിക്കും. അതായത് ഒരു ടേസ്റ്റ് പോപ്പുലർ കൾച്ചറിന്റെ ഭാഗമാണ്. പോപ്പുലർ കൾച്ചർ ഇയാളാവുന്ന മാധ്യമത്തിലൂടെ പ്രവർത്തിക്കുന്നതാണ്. പലപ്പോഴും അറിയാതെയാണ് ചെയ്യുന്നതെന്നാണ് ഈ സംവിധാനം തോന്നുന്നത്. അപ്പൊ ഞാൻ എളുപ്പം പറയാവുന്ന ഒരു ഉദാഹരണം എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്ന ഒരു സാധനം, ഒരു സ്വകാര്യം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, ഹരികുമാർ എന്ന് പറയുന്ന ഒരാൾ സംവിധാനം ചെയ്ത ഞാൻ വളരെ
സംക്ഷിപ്തമായി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവൃത്തത്തിന്റെ സ്വഭാവം പറഞ്ഞെങ്കിലും മനസ്സിലാവും. ഒരു സ്വകാര്യം എന്ന സിനിമയിൽ ഒരു തരം പത്രപ്രവർത്തക സാഹിത്യകാരനായി പ്രധാന കഥാപാത്രം. അയാളൊരു പതിതയായ സ്ത്രീ, ഒരു വേശ്യാസ്ത്രീയായിട്ട് ബന്ധപ്പെടുന്നു. ഇയാൾ ഈ വേശ്യാസ്ത്രീനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു, അവരുടെ തൊഴിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷെ അയാൾ വീട് ആക്സെപ്റ്റ് ചെയ്യില്ല, അംഗീകരിക്കില്ല. അപ്പൊ അതിന് പല തരത്തിലുള്ളൊരു സാങ്ക്ടിറ്റി ഏജൻസ് വേണം അതിന്. അപ്പൊ ഈ സ്ത്രീനെ എപ്പോഴും കാണിക്കുന്നു കൊണ്ട് എടുത്തിട്ടാണ് ഇയാൾ കൊണ്ട് നേരിടുത്ത് അമ്പലത്തിലെടുത്ത് പോകുന്നതാണ്. ഇയാൾ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വരുമ്പോൾ ഇവരെ ഫ്രെയിമിൽ ഇത് ചെയ്യുന്നത് ഒരു തുളസി തറ, അതിന്റെ രണ്ട് സൈഡിലൂടെ ഇവർ നടന്നു വരുന്നത് ഈ രീതിയിലാണ്. തുളസി തറയൊക്കെ ഈ ഇവരുടെ ബന്ധത്തിന് ഒരു തരം ഇത് കൊടുക്കുന്നത്, പവിത്രത നൽകുന്നത് പോലെയാണ് ചിത്രീകരിക്കുന്നത്. പിന്നെ ഇവരവസാനം കന്യാകുമാരിയിലോ മറ്റോ പോയി വിവാഹം ചെയ്യുന്നത്, വിവാഹം കഴിക്കുന്നു. അപ്പൊ കന്യാകുമാരിയുടെ ഗോപുരമൊക്കെ കാണിക്കുന്നു. ഇവർ വിവാഹം കഴിക്കുമ്പോൾ മണി ഈ നക്ഷത്രത്തിലെ ശംഖും മണികളും ശബ്ദിക്കുന്നു. ഇങ്ങനെ എല്ലാ രീതിയിലും ഈ ബന്ധത്തെ സിനിമ പവിത്രമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാലത്തും മലയാളത്തിൽ ഒരു സിനിമയിലും, മലയാളത്തിലെ നല്ല ഒരു തരം പോപ്പുലർ കൾച്ചറിലും പോപ്പുലർ ആയിട്ടുള്ള കൃതികളിലും ഈ തരത്തിലുള്ള സംഭവം സമ്മതിക്കില്ല. ഒരു നായകൻ ഒരു വേശ്യയെ വിവാഹം ചെയ്താൽ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യില്ല, അംഗീകരിക്കില്ല. അതുകൊണ്ട് ഇവരുടെ വിവാഹം കഴിഞ്ഞെങ്കിലും പിറ്റേ ദിവസം ഇവരുടെ പഴയ മലയാളികളുമായിട്ട് ബന്ധപ്പെട്ട പഴയ കവിതാക്കൾ നായകനായിട്ട് ഒരു അടി ഉണ്ടാവുകയും നായിക മരിക്കുകയും ചെയ്യുന്നതാണ്. അതായത് ആ വിവാഹ ബന്ധം സഫലമാകുന്നില്ല. ഈ രീതിയിലാണ് സിനിമ ചെയ്തത്. ഇതെല്ലാം അതിന്റെ സംവിധായകൻ ഇത് അറിഞ്ഞുകൊണ്ടാണോ ഇത് ചെയ്യുന്നത് അറിയില്ല. പക്ഷെ ഈ ഇങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്തത്. സാധാരണ പറയുന്നത് അതിനുള്ള ചില ഭാഷകളുണ്ട്, ടെക്നിക്കലായുള്ള പദങ്ങൾ തന്നെയാണ് സംവിധായകന്മാർ തിരക്കഥാകൃത്തുകൾ ഉപയോഗിക്കുന്നത്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രീതിയിലുള്ള പഴയ വിശ്വാസങ്ങൾ ഇങ്ങനെ പുനരനയിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഈ തരത്തിലുള്ള സിനിമകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിന് ആക്സെപ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഹൈന്ദവ സങ്കുചിത ബോധം മലയാളത്തിലുള്ള ഇടക്കാലത്ത് നല്ല ഇപ്പോഴത് ഇങ്ങനെ അതിൻ്റെ ഒരു ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ഈ തരം സിനിമകൾ ശ്രദ്ധിക്കപ്പെടും. ഈ സിനിമകൾ ധാരാളമായിട്ട് തിയേറ്ററിലൂടെ ഓടുകയും ചെയ്യും. അതാണ് അതിന്റെ ചോദ്യങ്ങൾ പ്ലീസ്. വരേണ്യവർഗത്തെ പ്രീതിപ്പെടുത്താൻ വരേണ്യവർഗ പരിരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മൂല്യങ്ങളാണിത്. ഇടക്കാലത്ത് ഇതിന് പ്രത്യേകമായിട്ടുള്ളൊരു സാങ്കത്യം മലയാളത്തിന്റെ സമൂഹത്തിലുണ്ടായി. മറ്റു രീതിയിലുള്ള നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉപചോദ്യം ചില 70-കളിൽ ഉണ്ടായിരുന്ന പുരോഗമന സ്വഭാവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഈ നമ്മുടെ സമൂഹം ആർജിച്ചെടുത്തിരുന്ന പുരോഗമന സ്വഭാവം എത്രയോ കാലമായിട്ട് നമ്മൾ നമ്മുടെ സാക്ഷരതയിലൂടെയും നമ്മുടെ സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങളിലൂടെയും നമ്മൾ നേടിയെടുത്തിരുന്ന ഡെമോക്രാറ്റിക് വാല്യൂസ്, അതായത് ഡെമോക്രാറ്റിക് ബേസസ് നമ്മുടെ സൊസൈറ്റിയുടെ, അത് സാവധാനം വിണ്ടുപോവുകയാണ്. ആ വിണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ പുരോഗമന സ്വഭാവമുള്ള രചനകൾ ഇല്ലാതായിത്തീരുന്നത്. ഇത് നമ്മൾ പെട്ടെന്ന് സിനിമയിലാവുന്നത് കൊണ്ടാണ് തിരിച്ചറിയുന്നത്. ഇതേ സാധനം തന്നെയാണ് മംഗളം മനോരമ പോലുള്ള ഖണ്ഡശ സാഹിത്യത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ. ഇപ്പോഴത്തെ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴെന്റെ നേരത്തെയുള്ള സംസാരത്തിൽ ഞാൻ പറഞ്ഞു, പുതിയ സിനിമയുടെ ഒരു സ്വഭാവം അതിന്റെ ഇതിവൃത്വമൊന്നും യാവുന്നില്ല. ഇപ്പൊ കേരളത്തിൽ ഇതിവൃത്തത്തിന്റെ എന്തെങ്കിലും ഭാഗം ഒരു ഭാഷാ സിനിമകൾ ഉണ്ടെങ്കിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, മലയാള സിനിമയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഇപ്പൊ മണിരത്നം പോലുള്ള ആളുകൾ ഉണ്ടാക്കുന്ന തമിഴ് സിനിമകളിലായാലും തെലുങ്കിൽ വളരെയധികം കമേഴ്സ്യലായിട്ട് വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന തമിഴ് നഗ്മയും മറ്റുള്ള ഡാൻസിനും സംഗീതത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന മറ്റ് സിനിമകളിലായാലും ഇതിവൃത്തം തമ്മിൽ യാതൊരു ബന്ധമില്ല. സുസംഘടിതമായ ഒരു ഇതിവൃത്തമോ പ്രതിപാദ്യമോ പ്രമേയമോ ഒന്നും ഈ സിനിമകളില്ല. കേരളത്തിൽ അല്പം തന്നെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഈ സിനിമകൾ പലപ്പോഴും പൊട്ടുന്നതിന്റെ കാരണം, കമേഴ്സ്യലായിട്ട് പരാജയപ്പെടുന്നതിന്റെ കാരണം ഈ ഇതിവൃത്തം ബാക്കിയാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റാതെ കേരളത്തിലെ ഫിലിം മേക്കേഴ്സ് അത്ര കമേഴ്സ്യലായ ഫിലിം മേക്കേഴ്സിന് പോലും ചലച്ചിത്ര സംവിധായകർക്ക് പോലും അത്രയധികം താഴാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ തമിഴ്നാട്ടിൽ ചെയ്യുന്ന തരത്തിലുള്ള മ്യൂസിക്, റഹ്മാന്റെ മ്യൂസിക്കിന്റെ പിൻബലത്തോട് കൂടിയിട്ട് ചെയ്യാൻ സന്നദ്ധരായില്ല. എന്നുവെച്ചാൽ അത് മലയാളി പ്രേക്ഷകൻ അംഗീകരിക്കുമോ എന്നുള്ള സംശയമുള്ളത് കൊണ്ട് മലയാളം സിനിമയിലാണ് ഇപ്പോഴും അല്പം തന്നെയെങ്കിലും തിരക്കഥാകൃത്തിന്റെ പ്രവർത്തനം, തിരക്കഥയോടുള്ള ബാധ്യത നിലനിൽക്കുന്നതെന്നാണ്. പക്ഷെ ഈ
ഈ താര പരിവേഷം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സിനിമയിൽ വരുന്നതിന്റെ ഭാഗമായിട്ട് അതും നശിക്കാനിടയുണ്ട്. നിങ്ങൾ ഫിലിം ഫെസ്റ്റിവലിൽ വന്ന് ഈ സിനിമ ഫെസ്റ്റിവലിന്റെ പാക്കേജിനെ പറ്റി എനിക്ക് ഭയങ്കര അഭിപ്രായമുള്ള പാക്കേജാണ്. നമ്മൾ കണ്ടതോടെ നാലഞ്ച് സിനിമകൾ, ഈ സിനിമകളെല്ലാം തന്നെ പ്രശസ്തമായ കൃതികളാണ്. അതിലെനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചിത്രം ഹെർസോഗിലെ ചിത്രങ്ങളാണ്. അത് വളരെ പേഴ്സണലായിട്ടുള്ള, പിന്നീട് ഇപ്പോൾ കുറസോവയുടെ ചിത്രങ്ങളായാലും അവസാനം കാണിച്ച കൊറിയൻ ഫിലിമായ അത് വളരെ സ്പെക്ടാക്കുലർ ആണെങ്കിൽ അത് പുതിയ സിനിമയുടെ ഇടിയം തന്നെയാണ്. അതിനൊന്നും മാറ്റമല്ല. സിനിമയിൽ പഴയ സ്ലോ ഇപ്പോൾ ന്യൂ റിയലിസ്റ്റ് ഫിലിം മേക്കേഴ്സ് ഉണ്ടാക്കിയിരുന്ന സത്യത്രയെ പോലെയോ ബൊദ്രീനെ പോലെയോ പാസോളിനിയെ പോലെയോ ഉള്ള ചലച്ചിത്രകാരന്മാരുണ്ടാക്കിയിരുന്ന ചിത്രങ്ങളുടെ വേഗതയും അതിൻ്റെ ഇടിയവും അതിൻ്റെ ഉക്തികളും ഒക്കെ മാറിയിട്ടുണ്ട്. അതിന്റെ ശൈലികൾ കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും ഇന്റർനാഷണൽ സിനിമകളിൽ നിന്ന് അന്തർദേശീയ സിനിമകളിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ വേഗതയൊക്കെ എല്ലാ സിനിമകൾക്കും ഉണ്ട്. ഹെർസോഗൊക്കെ അതിന് ഉദാഹരണമാണ്. ഈ മാറ്റത്തിന് ഏറ്റവും ചെറുപ്പക്കാരായ, ഏറ്റവും അന്തർദേശീയമായി ചലച്ചിത്ര രംഗത്തെ ഏറ്റവും ചെറുപ്പക്കാരായ തലമുറയിലെ സംവിധായകന്മാർ, വളരെ പ്രഗത്ഭരായ സംവിധായകന്മാരാണ് അവർ. പെട്രോൾ വെച്ചിയൊക്കെ പോലുള്ള അവരെ ഈ സിനിമയുടെ വേഗത്തെ, അതിന്റെ ഒറിജിനലായ വേഗത്തെ മാറ്റിയിട്ട് അതിന്റെ ഭാഗമാണ് കൊറിയ. പക്ഷെ കൊറിയൻ സിനിമയും നമ്മൾ കണ്ട കൊറിയൻ സിനിമ തന്നെ എനിക്ക് തോന്നുന്നു അത് പീരീഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലും ആ പീരീഡിന്റെ സ്വഭാവങ്ങൾ പുനരാവിഷ്കരിക്കുന്നതിലും അതിന്റെ വേഗത്തിലും അതിന്റെ സംഗീതത്തിലും എല്ലാം വളരെയധികം പ്രശംസനീയമായ രീതിയിൽ വിജയിച്ചെന്നാണ് എനിക്ക് തോന്നിയത്. ആ ചിത്രത്തിനെ കുറിച്ചാണ് ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ചിലർക്ക് തന്നെ സംശയമുള്ളതെന്ന് തോന്നുന്നു. ഹെർസോഗിന്റെ മറ്റു ചിത്രങ്ങൾ ഒരു വളരെയധികം സ്പെൻഡേനിയസ് ആണ്. ഹെർസോഗിന്റെ ചിത്രം അതൊരു നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ചിത്രങ്ങളെ പോലെ ഒരു പ്രത്യേകതരം വളരെയധികം മനനം ചെയ്യപ്പെട്ട് വളരെയധികയും ശ്രദ്ധിച്ച് പാകപ്പെടുത്തി ഓർഡേഡ് ആയിട്ടുണ്ടാക്കിയുള്ള ചിത്രങ്ങളല്ല. കൽപ്പിക്കപ്പെട്ട് മാത്രം തിരക്കഥയും പ്രമേയത്തിലും വളരെ കണിശമായി കൃത്യമായി ഊന്നി നിന്നുകൊണ്ടുള്ള ചിത്രങ്ങൾ, അതെല്ലാം ഇംപ്രവൈസ്ഡ് ആയ ചിത്രങ്ങളായിരുന്നു. ഇംപ്രവൈസ്ഡ് ആയ ചിത്രങ്ങളാണ് ഹെർസോഗിന്റെ ഇവിടെ കാണിച്ച സിനിമ ഗോഡ്സ് റാത്ത് എന്ന് പറയുന്നത്. ആ ചിത്രത്തിന് എനിക്ക് മറ്റു ചിത്രങ്ങളെക്കാളും കൂടുതൽ താല്പര്യം ആ ചിത്രത്തിനോട്. എല്ലാ നല്ല സിനിമയ്ക്കും ഒരു മെസ്സേജ് ആവശ്യമാണോ എന്നൊരു ചോദ്യമുണ്ട്. ഈ മെസ്സേജ് എന്നൊക്കെ പറയുന്ന സിനിമ വളരെ പഴയൊരു കൺസെപ്റ്റാണ്. പണ്ട് കാലത്ത് നമ്മൾ ഒരുതരം പാർട്ടിസാൻ സിനിമകൾ ഉണ്ടാക്കിയിരുന്ന കാലത്ത്, അല്ലെങ്കിൽ പാർട്ടിസാൻ സാഹിത്യം നിലനിന്നിരുന്ന ഒരു കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ഏത് ഭാഗത്ത് കലാകാരൻ ഏത് ചേരിയിൽ എന്നെല്ലാം ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ് സന്ദേശം എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് എല്ലാ സിനിമയിലും സന്ദേശമുണ്ട്. അത് നമ്മൾ സന്ദേശം എഴുതി ചേർക്കുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ സിനിമകളിലും എല്ലാ വാക്കുകളും, ഉച്ചരിക്കപ്പെടുന്ന ഓരോ വാക്കും, പ്രക്ഷേപിക്കപ്പെടുന്ന ഓരോ ബിംബവും നിർദോഷമല്ല, നിഷ്കളങ്കമല്ല. അതെല്ലാം പലതരത്തിലുള്ള സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതെല്ലാം പ്രത്യയശാസ്ത്രത്താൽ ജടിലമാണ്, പ്രത്യയശാസ്ത്ര ബന്ധിതമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ഒരു മെസ്സേജ് എഴുതിച്ചേർക്കാമെന്നില്ല. അത് ഒരു നല്ല പ്രാക്ടീസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് നേരത്തെ ഉണ്ടായിരുന്ന കമ്മിറ്റ്മെന്റ് എന്നെല്ലാമുള്ള കൺസെപ്റ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല അബദ്ധധാരണകളാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും കലാകാരനോട് പ്രതിബദ്ധത ആവശ്യപ്പെട്ടിരുന്നു. കലാകാരൻ ആരുടെ ഭാഗത്ത് നിൽക്കുന്നു, ആരോട് കൂറു പുലർത്തുന്നു. വാസ്തവത്തിൽ അത് മാർക്സിസത്തിന്റെ ബേസിക്സിനോട് എതിരായിട്ടുള്ള, ബേസിക്സിനെ വിധ്വംസിക്കുന്ന രീതിയിലുള്ള ഒരു സങ്കല്പമാണ്. മാർക്സ് റിയാലിറ്റിനെ കണ്ടത് സമൂഹത്തിന്റെ സ്വഭാവത്തിനുണ്ട്. ലാംഗ്വേജ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് റിയാലിറ്റി എന്നാണ് മാർക്സ് പറഞ്ഞത്. ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഭാഷ എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിന്റെ ഭാഷയാണെന്നാണ്. അപ്പൊ അതിൽ യാഥാർത്ഥ്യത്തിന്റെ ഭാഗത്ത് ആര് നിൽക്കുന്നു എന്നതാണ്, യാഥാർത്ഥ്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവനാണ് ആർട്ടിസ്റ്റ്. അല്ലെ പാർട്ടിയോട് കൂറ് പുലർത്തുന്നതല്ല, അത് പാർട്ടിസാണ്. അതുകൊണ്ട് ഈ മെസ്സേജ് എഴുതി ചേർക്കുകയല്ല, ഈ നമ്മൾ സോഷ്യൽ കോൺട്രഡിക്ഷനെ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. സമൂഹത്തിൽ നിലനിൽക്കുന്ന വൈരുദ്ധ്യങ്ങളെ തിരിച്ചറിയുക, ആ വൈരുദ്ധ്യത്തിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുക എന്നുള്ളതാണ് പ്രധാനം, മെസ്സേജ് അല്ല. ഒരു സിനിമാ സംവിധായകന് സമൂഹത്തോടുള്ള ബാധ്യതകൾ അല്ലെങ്കിൽ കടമ എന്തൊക്കെ? സിനിമാ സംവിധായകരുടെ മാത്രം പ്രശ്നമല്ല, എല്ലാ ആർട്ടിസ്റ്റുകളുടെയും പ്രശ്നം ഉള്ളത്. സിനിമാ സംവിധായകൻ രണ്ട് സിനിമ ഉണ്ടാക്കണം വേണം. സിനിമ ഉണ്ടാക്കുമ്പോൾ കഴിയുന്ന അത്രയും സത്യസന്ധത പുലർത്തുക എന്നുള്ള ഇത്രയും പറയാനുള്ളൂ. പ്രവാസിക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഈ ഒരു സന്ദർഭം ഉണ്ടാക്കിയതും ഖത്തറിലെ മലയാളികളെ
നേരിട്ട് പരിചയപ്പെടാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട്.